അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 75. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി. നാം പറഞ്ഞു വന്നത് നഫിയുടെ ഹർഫിനോട് അന്വരിച്ചതായ മുസ്നദിനേക്കാൾ കുല്ലുകൊണ്ട് സൂറ് കൊടുക്കപ്പെട്ട മുസ്നദി ഇലൈഹിയെ മുന്തിക്കും. എന്തിനു വേണ്ടി? ഉമൂമിനെ ഇഫാദത്ത് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മൗളൂഇന്റെ ജമീഉൽ അഫ്റാദിനെ തൊട്ടും ഹുക്കുമിനെ നഫി ചെയ്യലിന്റെ മേൽ അറിയിക്കാൻ വേണ്ടീന. ഉദാഹരണം, കുല്ലു ഇൻസാനി ലം യക്കും, അല്ലെങ്കിൽ കുല്ലു ബഖരിൻ ലം യഉകുൽ, അല്ലെങ്കിൽ കുല്ലു ഫറസിൻ ലം യദ്ഖുൽ. ആ ഉദാഹരണങ്ങളൊക്കെ പറ്റും. കുല്ല് കടുക്കാൻ പറ്റുന്ന, കുല്ലിന്റെ മുളാഫ് ഇലൈഹി ആകാൻ പറ്റുന്ന എല്ലാ ഉദാഹരണങ്ങളും അവിടെ യോജിക്കും. അതേ സമയത്ത് അതിന് കുല്ലുകൊണ്ട് സൂറ് കൊടുക്കപ്പെട്ട മുസ്നദി ഇലൈഹി നഫിന്റെ അറഫിനോട് അന്വരിച്ചതായ മുസ്നദിനേക്കാൾ മുന്തിക്കുന്നത് ഉമൂമിനെ ഇഫാദത്ത് ചെയ്യാനാണ്. പിന്തിച്ചാൽ ഉമൂമിനെ ഇഫാദത്ത് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു. അതെന്താണത്? അങ്ങനെ മുന്തിച്ചാൽ ഉമൂമിനെ ഇഫാദത്ത് ചെയ്യും എന്നതും നഫിന്റെ അറഫിനോട് അന്വരിച്ചതായ മുസ്നദിനേക്കാൾ കൊല്ലുകൊണ്ട് സൂറ് കൊടുക്കപ്പെട്ട മുസ്നദിലൈഹിനെ മുന്തിക്കപ്പെട്ടാൽ ഉമൂമിനെ ഇഫാദത്ത് ചെയ്യും എന്ന് പറഞ്ഞതും പിന്തിച്ചാൽ ഉമൂമിനെ ഇഫാദത്ത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞതും. ഉമൂമിനെ ഇഫാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മൗളൂഇന്റെ ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്കുമിനെ നഫി ചെയ്യുക. ആ കുല്ലു ഇൻസാനി അല്ലെങ്കിൽ കുല്ലു ബക്കരി അങ്ങനെയുള്ള മുസ്നദിലയെ പിന്തിച്ചാലോ അത് ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്കുമിനെ നഫി ചെയ്യലിന്റെ മേൽ ഫായിദ വെപ്പിക്കുകയില്ല. ഈ രണ്ട് സംഗതിയും തഅ്സീസിനേക്കാൾ തഅ്കീദിനെ റാജിഹാക്കൽ ലാസിമാവാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് ഒന്നാമത്തെ സ്ഥലത്ത്, അതായത് മുന്തിക്കുന്നോടത്ത് ഇൻസാനുൻ ലം യക്കും എന്ന് പറഞ്ഞത് മഹ്മൂല് മഅദൂലത്തായ മൂജബ മുഹ്മലയാണ്. അത് സാലിബ ജുസ്ഇന്റെ ഖുവ്വത്തിലാണെന്നും, അതായത് ഇൻസാനുൻ ലം യക്കും എന്നുള്ളത് കൊല്ല് കടക്കുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ. അത് മഹ്മൂല് മഅദൂലത്തായ മൂജബത്തുൽ മുഹമ്മലത്തായ മൂജബത്തായ കളിയയാണ്. അത് സാലിബത്തുൽ ജുസ്ഇയ്യത്തിന്റെ ഖുവ്വത്തിലാണെന്നും, എന്ന് പറഞ്ഞാൽ അത് മുത്തലാസിമാനിയാണ്. സാലിബത്തുൽ ജുസ്ഇയ്യത്തുള്ളോടത്ത് എന്തുണ്ട്? മഹ്മൂല് മഅദൂലത്തായ മൂജബത്തുൽ മുഹമ്മലത്തും ഉണ്ട്. മഹ്മൂല് മഅദൂലത്തായ മൂജബത്തുൽ മുഹമ്മലത്ത് ഉള്ളോടത്തൊക്കെ സാലിബത്തുൽ ജുസ്ഇയ്യത്തും ഉണ്ട്. സാലിബ ജുസ്ഇ എന്തിനെ ലാസിമാക്കും? ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്കുമിനെ നഫി ചെയ്യലിനെ ലാസിമാക്കും. അപ്പോൾ ഇൻസാനു ലം യക്കും എന്ന് പറഞ്ഞത് ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്കുമിനെ നഫി ചെയ്യൽ എന്നതാണ് അവിടുത്തെ മാന. കുല്ല് കടന്നിട്ടും അതേ മാന തന്നെ വെച്ചാൽ തഅ്കീദിനെ തഅ്സീസിനേക്കാൾ റാജിഹാക്കൽ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് കുല്ല് കടന്നാൽ ആ മാന പറ്റുകയില്ല. ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്കുമിനെ നഫി ചെയ്യലിന്റെ മേൽ ഫായിദ വെപ്പിക്കും. ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്കുമിനെ നഫി ചെയ്യലിന്റെ മേൽ അറിയിക്കുന്നത് കുല്ല് കടക്കുന്നതിന്റെ മുമ്പാണ്. ആ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്കുമിനെ നഫി ചെയ്യലിന്റെ മേൽ കുല്ല് കടന്നതിന്റെ ശേഷവും ആ മാന തന്നെ വെക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? തഅ്സീസിനേക്കാൾ തഅ്കീദിനെ റാജിഹാക്കൽ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഒന്നാമത്തെ സൂറത്തിൽ.
ഇനി രണ്ടാമത്തെ സൂറത്ത് തുടങ്ങുകയാണ്. വ അമ്മ അല്ലേ, എവിടുന്ന് തുടങ്ങാനുള്ളത്? വ അമ്മ ഫി സൂറത്തി തഅഖീരി. അപ്പോൾ തഅഖീറിന്റെ സൂറത്തിൽ, അതായത് ലം യക്കും ഇൻസാനുൻ എന്ന് പറഞ്ഞുകൊടുത്ത്, ലം യക്കും ഇൻസാനുൻ എന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ കുല്ല് കടക്കുമ്പോൾ എന്തായി? ലം യക്കും കുല്ലു ഇൻസാനിൻ എന്നായി. അതാണ് തഅഖീറിന്റെ സൂറത്ത്. മുസ്നദ് ഇലൈഹി പിന്തി എന്ന് പറഞ്ഞാൽ വഅമ്മാ ഫീ സൂറത്തി തഅഖീരി എന്ന് പറഞ്ഞുകൊടുത്ത് എന്ത് വെക്കണം? ഐ വ അമ്മാ ബയാനു ലുസൂമി തർജീഹി തഅക്കീദി അല തഅസീസി. തഅസീസിനേക്കാൾ തഅക്കീദിനെ റാജിഹാക്കൽ ലാസിമാകുന്നതിന്റെ ബയാൻ എവിടെ? ഫീ സൂറത്തി തഅഖീരി, തഅഖീറിന്റെ സൂറത്തിൽ. അങ്ങനെയാണ് അവിടുത്തെ അർത്ഥം. അമ്മാ ഫീ സൂറത്തി തഅഖീരി, അവിടെ തഅഖീറിന്റെ സൂറത്തിൽ. അപ്പോൾ തഅഖീറിന്റെ സൂറത്തിൽ തഖ്ദീമിന്റെ സൂറത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അത് പറഞ്ഞു. എവിടെ പറഞ്ഞു? കുല്ലു ഇൻസാനിൻ ലം യകുൻ ബിഖിലാഫി മാ ലൗ ഉഖിറ. നഹ്വു ലം യകുൻ കുല്ലു ഇൻസാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ ഫീ സൂറത്തി തഖ്ദീമി വ ബയാനു ലുസൂമി തർജീഹി തഅക്കീദി അല തഅസീസി. അമ്മ ഫീ സൂറത്തി തഖ്ദീമി, അങ്ങോട്ട് അത്ഫാണത് 109 പേജിലെ രണ്ടാമത്തെ വരി. അമ്മ ഫീ സൂറത്തി തഖ്ദീമി എന്ന് പറഞ്ഞു, അങ്ങോട്ട് അത്ഫ. അപ്പോൾ അമ്മ ഫീ സൂറത്തി തഅഖീരി, അപ്പോൾ തഅഖീറിന്റെ സൂറത്തിൽ എന്ന് പറഞ്ഞാൽ ഐ വ അമ്മാ ബയാനു ലുസൂമി തർജീഹി തഅക്കീദി അല തഅസീസി ഫീ സൂറത്തി തഅഖീരി. തഅസീസിനേക്കാൾ തഅക്കീദിനെ റാജിഹാക്കൽ ലാസിമാകുന്നതിന്റെ ബയാൻ എവിടെ? ഫീ സൂറത്തി തഅഖീരി, തഅഖീറിന്റെ സൂറത്തിൽ. അതായത് മുസ്നദ് ഇലൈഹി പിന്തിയോടത്ത് ലഫിൽ അർഫിനോട് അന്വരിക്കപ്പെട്ടതായ മുസ്നദ്, ആ മുസ്നദിനേക്കാൾ മുസ്നദ് ഇലൈഹി എന്തായി? പിന്തി. ലം യക്കും ഇൻസാനുൻ ഫലി അന്ന ഖൗലന ലം യക്കും ഇൻസാനുൻ. നമ്മുടെ കൗല്, ഏത് കൗല്? ലം യക്കും ഇൻസാനുൻ, ഇൻസാൻ നിന്നിട്ടില്ല. അല്ലെങ്കിൽ ലം യദ്ഖുൽ ബഖറുൻ, അല്ലെങ്കിൽ ലം യഅകുൽ ഹിമാറുൻ, ലം യഅകുൽ ഫറസുൻ. ആ ഉദാഹരണങ്ങളൊക്കെ പറ്റും. അപ്പോൾ പറയട്ടെ, ഫലി അന്ന ഖൗലന ലം യക്കും ഇൻസാനുൻ, ലം യക്കും ഇൻസാനുൻ എന്ന നമ്മുടെ കൗല്, ഇൻസാൻ നിന്നിട്ടില്ല. ഇത് സാലിബത്തുൻ മുഹ്മലത്തുൻ, ഇത് സാലിബത്ത് മുഹമ്മലത്താണ്. ഈ കളി എന്താണ്? സാലിബ മുഹമ്മലയാണ്. ലാ സൂറ ഫിയ, അതിൽ സൂറില്ല, അതുകൊണ്ടാണ് മുഹമ്മലയായത്. സൂറില്ലെങ്കിൽ മുഹമ്മലത്താവുകയില്ല. അതെ. വസാലിബത്തുൽ മുഹമ്മലത്തു, മുഹമ്മലത്തായ സാലിബത്ത് ഫീ ഖുവ്വത്തി സാലിബത്തിൽ കുല്ലിയത്തി, സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാണ്. നേരത്തെ പറഞ്ഞത് മുന്തിയോടുത്ത് സാലിബ ജുസിയുടെ ഖുവ്വത്തിലാണെന്നാ പറഞ്ഞത്. കാരണം അന്നൽ മൂജബത്തൽ മുഹമ്മലത്തൽ മഅ്ദൂലത്തൽ മഹ്മൂലി ഫീ ഖുവ്വത്തി സാലിബത്തിൽ ജുസിയത്തി അൽ മുസ്തൽസിമത്തി നഫിയൽ ഹുക്മി അനിൽ ജുംല എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ലം യക്കും ഇൻസാനുൻ എന്നുള്ളത് സാലിബത്ത് മുഹമ്മലത്താണ്, അതിൽ സൂറില്ല. വസാലിബത്തുൽ മുഹമ്മലത്തു, മുഹമ്മലത്തായ സാലിബത്ത് ഫീ ഖുവ്വത്തി സാലിബത്തിൽ കുല്ലിയത്തി, സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാണ്. എങ്ങനെയുള്ള സാലിബത്തുൽ കുല്ലിയത്ത്? അൽ മുഖ്തദിയത്തി,
ആ സാലിബ കുല്ലി തേടുന്നതാണ്, അത് നിർബന്ധമാക്കുന്നതാണ് എന്നർത്ഥം. ലിന്നഫി അൻ കുല്ലി ഫർദിൻ, കുല്ലു ഫർദിനെ തൊട്ട് മൗലൂഇന്റെ ജമീഉൽ അഫ്റാദിനെ തൊട്ട് നഫി ചെയ്യലിനെ തേടുന്നതായ നിർബന്ധമാക്കുന്നതായ സാലിബത്തുൽ കുല്ലിയത്തിന്റെ കുവ്വത്തിലാണ്. ആര്? സാലിബ മുഹ്മല. എല്ലാ സാലിബ മുഹ്മലത്തുമല്ല, അത് പറയുന്നുണ്ട്. എല്ലാ സാലിബ മുഹ്മലയും എന്താവൂല? സാലിബ കുല്ലിയത്തിന്റെ കുവ്വത്തിലല്ല. ഇവിടെ പറഞ്ഞ സാലിബ മുഹ്മല ലം യക്കും ഇൻസാനുൻ, അല്ലെങ്കിൽ ലം യദ്ഖുൽ ബഖറുൻ, ഇതേപോലെയുള്ള ഉദാഹരണത്തിലുള്ള, അതായത് മുസ്നദിലേഹി പിന്തി വരിക, മുസ്നദ് മുന്തി വരിക, മുസ്നദ് നഫിന്റെ അർഫിനോട് അന്വരിച്ചതാവുക, മുസ്നദിലേഹി നെക്കിറയാവുക, കുല്ല് കടക്കാത്തതാവുക, ഇങ്ങനൊരു ഷർത്തുകളൊക്കെ ഉണ്ട്. ഈ സാലിബ മുഹമ്മലയാണ് പറഞ്ഞത്. വസ്സാലിബത്തുൽ മുഹമ്മലത്തു, ഇവിടെ പറഞ്ഞ സാലിബത്തുൽ മുഹമ്മലത്ത് എല്ലാ സാലിബത്തുൽ മുഹമ്മലത്തും അല്ല. ഫീ ഖുവ്വത്തി സാലിബത്തിൽ കുല്ലിയത്തി, സാലിബത്തുൽ കുല്ലിയത്തിന്റെ കുവ്വത്തിലാണ്. എങ്ങനെയുള്ള സാലിബത്തുൽ കുല്ലിയത്ത്? അൽ മുഖ്തലിയത്തി, അത് തേടും എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാക്കും എന്നർത്ഥം. ലിന്നഫി അൻ കുല്ലി ഫർദിൻ, കുല്ലു ഫർദിനെ തൊട്ട് നഫി ചെയ്യലിനെ. അതേസമയത്ത് സാലിബ ജുസിന്റെ അവിടെ പറഞ്ഞത് എങ്ങനെയാണ്? ഒന്നാമത്തെ സൂറത്തില് അൽ മുസ്തൽസിമത്തീന لأن الموجبة المهملة المعذولة المحمول في قوة السالبة الجزئية المستلزمة في الحكم على الجملة. അതതിന്റെ സരീഹൻ ദല മദുലൂലല്ല. ഇത് സാലിബ ജുസിന്റെ ശരീഹൻ മദുലൂലല്ല എന്ന് ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ലാസിമാക്കൽ, അത് ലാസിമായി വരുന്ന മഅനയാണ്. ഇത് അതിന്റെ ശരീഹൻ മദുലൂലാണ്. ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ നിർബന്ധമാക്കും സാലിബ കുല്ലിയ്യ്. നഹ്വു ലാ ശൈഅ മിനൽ ഇൻസാനി ബിഖായിമിൻ, ഇൻസാനിൽ നിന്ന് ഒരൊറ്റ കുട്ടിയും കായിമേ അല്ല. അല്ലോ, അപ്പൊ ഇൻസാനാണല്ലോ അവിടെ എന്ത്? മുസ്നദിലേഹി, അതിൽ നിന്ന് ഒരൊറ്റ ശൈഉം തന്നെ കായിമല്ല. ഇൻസാന്റെ അഫ്രാദുകളിൽ നിന്ന് എല്ലാ ഫർദുകളെ തൊട്ടും ഖിയാമിനെ നഫി ചെയ്യൂ. ഇതാണ് സാലിബ കുല്ലിയുടെ നേരെ ഉള്ള മഅനയാണത്. ആ സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാണ് ഇവിടെയുള്ള സാലിബത്തുൽ മുഹ്മലത്ത്. കാരണം വലമ്മാ കാന ഹാദ, ഈ നിയമമായപ്പോൾ. ഏത് നിയമം? ഏത് നിയമമായപ്പോൾ? സാലിബ മുഹമ്മല, സാലിബത്തുൽ മുഹമ്മലത്ത് സാലിബ കുല്ലിയത്തിന്റെ കുവ്വത്തിലാണ് എന്ന് പറഞ്ഞല്ലോ. വസാലിബത്തുൽ മുഹമ്മലത്തു ഫി കുവ്വത്തി സാലിബത്തിൽ കുല്ലിയത്തി എന്ന് പറഞ്ഞു. ഈ നിയമം, ഈ ഹുക്കുമായപ്പോൾ മുഖാലിഫൻ, അത് എതിനായതായപ്പോൾ ലിമാ ഇൻദഹും, അവരുടെ അടുക്കൽ ഉള്ള ഒരു നിയമത്തിനോട്, ഒരു നിയമാവലിയോട്, ഒരു നിയമത്തിനോട് എതിരായതായപ്പോൾ. അതെന്താ അവരുടെ അടുക്കലുള്ള നിയമം? മിൻ അന്നൽ മുഹ്മലത്ത ഫി ഖുവ്വത്തിൽ ജുസ്ഇയ്യത്തി എന്നാണ്. മുഹ്മലത്ത് ജുസ്ഇയ്യത്തിന്റെ ഖുവ്വത്തിലാണ്. വതുലാസിമുൽ ജുസ്ഇയ്യത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് മന്ദിക്കിന്റെ കിതാബിലൊക്കെ. തഹ്ദീബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് മുഹ്മല ജുസ്ഇയ്യത്തിനെ ലാസിമാക്കും. ഇതാണ് അവരുടെ അടുക്കൽ അറിയപ്പെട്ട ഹുക്മ്. അതിനോട് എതിരായതായപ്പോൾ ബയ്യനഹു മുസന്നിഫ് ആ ഹുക്മിനെ അങ്ങ് വെളിവാക്കി. എങ്ങനെ വെളിവാക്കി? ബി കൗലിഹി, മുസന്നിഫിന്റെ കൗൽ കൊണ്ട് ബയാൻ ചെയ്തു. ഇവിടെയുള്ള സാലിബത്തുൽ മുഹമ്മലത്ത് സാലിബത്തുൽ കുല്ലിയത്തിന്റെ കുവ്വത്തിലാണെന്ന് പറയാനുള്ള കാരണം മുസന്നിഫ് വ്യക്തമാക്കുന്നു. ലി ഉറൂദി മൗലൂഇഹ,
ഈ സാലിബ മുഹമ്മലത്തിന്റെ മൗലൂ വന്നതിന് വേണ്ടി, അതായത് ലം യക്കും ഇൻസാനുൻ അല്ലെങ്കിൽ ലം യക്കും ബക്കറുൻ, ലം യക്കും ഫറസുൻ, ഇവിടെ മൗലൂ വന്നു. ഐ മൗലൂ ഇൽ മുഹമ്മലത്തി, മുഹമ്മലത്തിന്റെ മൗലൂ വന്നതിന് വേണ്ടി. ഏത് മുഹമ്മലത്ത്? നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഇൻസാനുൻ ലം യക്കും ഇൻസാനുൻ, ഇവിടെ മൗലൂ വന്നു. ഫീ സിയാഖിൻ നഫി, നഫിയുടെ പിന്നിൽ വന്നതിന് വേണ്ടി കേട്ടോ. അതുകൊണ്ടാണ് സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാകാൻ കാരണം. ഐ മൗലൂ ഇൽ മുഹമ്മലത്തി, മുഹമ്മലത്തിന്റെ മൗലൂ വന്നതിന് വേണ്ടി. ഫീ സിയാഖിൻ നഫി, നഫിയുടെ പിന്നിൽ വന്നതിന് വേണ്ടി. ലം യക്കും ഇൻസാനു എന്നാണല്ലോ, പിന്നിൽ വന്നു. എങ്ങനെ വന്നു? ഹാല കൗനിഹി, ആ മൗലൂ തന്നെ ആയ നിലയിൽ, നക്കിറത്തൻ, നക്കിറയായ നിലയിൽ. പിന്നെ എങ്ങനെയും ഗൈറ മുസദ്ദറത്തിൻ ബിലഫ്ലി കുല്ലിൻ, കുല്ല് എന്ന ലഫ്ള് കൊണ്ട് തുടങ്ങപ്പെടാത്തതായ നക്കിറയായ നിലയിൽ വന്നതിന് വേണ്ടി. അവ രണ്ട് കൈതാണ് കൊടുത്തിട്ടുള്ളത്. നഫിന്റെ പിന്നിൽ വരണം. എങ്ങനെ വരണം? നക്കിറയായിട്ട് വരണം. കുല്ലെന്ന ലഫ്ള് കൊണ്ട് തുടങ്ങപ്പെടാതെയും വരണം. അങ്ങനെയുള്ള സമയത്താണ്, അങ്ങനെയുള്ള സാലിബ മുഹമ്മലയാണ് സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാകുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കാനുള്ളത്, നഫിയുടെ പിന്നിൽ സിയാക്കിൽ വരിക എന്നതിന് രണ്ട് കൈത് കൊടുത്തു. അപ്പോൾ രണ്ട് കൈതുണ്ട്, മുക്കയ്യത്, ഒരു മുക്കയ്യതുമുണ്ട് നഫിയുടെ സിയാക്കിൽ. അപ്പൊ നഫിയുടെ സിയാക്കിൽ വന്നിട്ടില്ല എന്ന് വെക്കുക. ആ സാലിബ മുഹമ്മല സാലിബ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലല്ല, നഫിയുടെ പിന്നിൽ വന്നിട്ടില്ല. അതായത് നഫിയുടെ മുന്നിലാണ് വന്നത്. ഇൻസാനുൻ ലം യക്കും ഇൻസാനുൻ എന്നല്ല, ഇൻസാനുൻ ലം യക്കും നഫിന്റെ മുന്നിൽ വന്നു. അപ്പൊ ഇൻസാനുൻ ലം യക്കും എന്നുള്ളത് എന്നല്ല, അതും സാലിബ മുഹമ്മല തന്നെയാണ്. പക്ഷെ ആ സാലിബത്തുൽ മുഹമ്മലത്ത് സാലിബ കുല്ലിയത്തിന്റെ സ്ഥാനത്തല്ല. അവിടെ സിയാഖുൻ നഫി അവിടെ ഉണ്ടായിട്ടില്ല. നഫിയുടെ പിന്നിലല്ല, മുന്നിലാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? എല്ലാ സാലിബ മുഹമ്മലയും സാലിബ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലല്ല. സിയാഖുൻ നഫി, നഫിയുടെ പിന്നിൽ വരണം. ആര്? മുസനദ് ഇലൈഹി. ഇൻസാനുൽ ലം യക്കുൻ എന്നുള്ളോടത്ത് നഫിയുടെ സിയാഖിലല്ലാത്തതുകൊണ്ട് സംഗതി ഖളിയ സാലിബത്തുൽ മുഹമ്മലത്താണെങ്കിലും അത് സാലിബ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലല്ല, അത് സാലിബ ജുസ്ഇന്റെ ഖുവ്വത്തിലാണ്. കാരണം എന്താണ്? നഫിയുടെ പിന്നിലല്ല. പിന്നെ സിയാഖുൻ നഫീന് രണ്ട് കൈത് കൊടുത്തല്ലോ. ഒന്ന് നക്കിറ, ഹാല കൗനിഹി നക്കിറത്തൻ, അത് നക്കിറയായ നിലയിൽ. സംഗതി നഫിയുടെ പിന്നിലാണെങ്കിലും പക്ഷേ നക്കിറയല്ല. ലം യക്കുമിൽ ഇൻസാൻ, ആ ഇൻസാൻ നിന്നിട്ടില്ല. അവിടെയും എന്ത്? അതും സാലിബ മുഹമ്മലയാണ്. ലം യക്കുമിൽ ഇൻസാനു, അവിടെ അൽ ഇൻസാൻ എന്ന മുസനദിലേഹി നഫിയുടെ സിയാക്കിലാണെങ്കിലും നക്കിറയല്ലാത്തതുകൊണ്ട് അത് സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലല്ല. രണ്ടെണ്ണം പുറത്തുപോയല്ലോ. ഇനി എന്ത്? പിന്നെ പറഞ്ഞു കൈത് ഗൈറ മുസദ്ദറത്തിൻ ബിലഫ്ളി കുല്ലിൻ, കുല്ലെന്ന ലഫ്ള് കൊണ്ട് തുടങ്ങപ്പെടാത്തത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇൻസാനുൽ ലം യക്കും, അവിടെ നഫിന്റെ സിയാക്കിലല്ലാത്തത് കൊണ്ട് സാലിബ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലല്ല, അത് സാലിബ ജുസ്ഇയുടെ ഖുവ്വത്തിലാണ്. അത് ജുംലത്തുൽ അഫ്റാദിനെ തൊട്ടേ ഹുക്മനെ നഫി ചെയ്യലിനെ ഫായിദപ്പിക്കുകയുള്ളൂ. ഇൻസാനുൽ ലം യക്കും അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ കുല്ല് കടന്നാൽ കുല്ല് ഫർദിനെ തൊട്ടും കുല്ല് കടക്കിണക്കായി മുമ്പ് ജുംലത്തുൽ അഫ്റാദിനെ തൊട്ടുമാണ്. കാരണം അത് സാലിബ ജുസ്ഇന്റെ ഖുവ്വത്തിലാണ് എന്ന് പറഞ്ഞല്ലോ. ഇൻസാനുൽ ലം യക്കും എന്നുള്ളത് മഹ്മൂല് മഅദൂലത്തായ മൂജബത്തുൽ മുഹമ്മലയാണ്. ഇൻസാനുൽ ലം യക്കും അത് സാലിബ ജുസ്ഇയുടെ ഖുവ്വത്തിലാണ്. കാരണം നഫിന്റെ സിയാക്കിലല്ല.
ഇൻസാനുൻ ലം യക്കും നഫിയുടെ സിയാക്കിലല്ലാത്തതുകൊണ്ട് സാലിബ കുല്ലിയത്തിന്റെ കുവ്വത്തിലല്ല. അത് പിന്നെന്താണ് ഖളിയ? മഹ്മൂല് മഹദൂലത്തായ മൂജബ മുഹമ്മലയാണെന്ന് പറഞ്ഞുപോയി. അതാണ് സിയാക്കുൻ നഫി എന്ന മുഖയ്യദ് ഇല്ലാത്തോടത്ത് സാലിബത്തുൽ മുഹമ്മലത്തായ ഖളിയയിൽ നഫീന്റെ പിന്നിൽ മുസ്നദ് ഇലൈഹി വന്നിട്ടില്ലെങ്കിൽ അത് മഅദൂലത്തുൽ മഹ്മൂല് മഅദൂലത്തായ മൂജബ മുഹമ്മലയായിരിക്കും. എന്തല്ല? സാലിബ മുഹമ്മലയല്ല. അത് സാലിബ മുഹമ്മലയല്ല, മൂജബ മുഹമ്മലയാണ്. ആ മൂജബത്തുൽ മുഹമ്മല സാലിബ ജുസൈന്റെ കുവ്വത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്കിറ അല്ലെങ്കിൽ ആലക്കൗലിഹി നെക്കിറത്തൻ, അപ്പൊ നെക്കിറ അല്ലാതെ വന്നു, നഫിന്റെ പിന്നിലാണ്. ഉദാഹരണം അൽ ഇൻസാനു ലം യക്കുമിൽ ഇൻസാനു, അതും സാലിബ കുല്ലിന്റെ കുവ്വത്തിലല്ല. പിന്നെ ഗൈറ മുസദ്ദറത്തിൻ ബി ലഫ്ളി കുല്ലി, കുല്ലെന്ന ലഫ്ള് കൊണ്ട് തുടങ്ങപ്പെടാത്തത്. ഉദാഹരണം ലം യക്കും കുല്ലു ഇൻസാനിൻ, അതും ജമീഉൽ അഫ്റാദിനെ തൊട്ട് എന്താണ് സാലിബ കുല്ലിയത്തിന്റെ കുവ്വത്തിലല്ല കേട്ടോ. അത് ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കുകയുള്ളൂ എന്ന് മുഖ്തസറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് കൈതുണ്ട്, നഫീന്റെ സിയാക്കിൽ വരണം, അതുപോലെ തന്നെ നിക്രയാവണം, കുല്ലെന്ന ലഫ്ളോട് തുടങ്ങപ്പെടരുത്. അതാണ് ലം യക്കും ഇൻസാനുൻ. ഈ സാലിബ മുഹമ്മല, അതാണ് സാലിബ കുല്ലിയത്തിന്റെ കുവ്വത്തില്. അതാണ് മുസന്നിഫ് പറഞ്ഞത് ലി ഉറൂദി മൗലൂഇഹ വലമ്മാക്കാന ഹാദ. ഇതായപ്പോൾ സാലിബ മുഹമ്മല സാലിബ കുല്ലിയത്തിന്റെ കുവ്വത്തിലാണ് എന്ന ഹുക്കുമായപ്പോൾ മുഖാലിഫല്ലിമ ഇൻദഹും അവരുടെ അടുക്കൽ ഉള്ള ഒന്നിനോട് എതിരായതായപ്പോൾ എന്താണ് അവരുടെ അടുക്കൽ ഉള്ളത്? മിൻ അന്നൽ മുഹമ്മലത്ത് ഫി കുവ്വത്തിൽ ജുസ്ഇയ്യത്തിന്റെ കുവ്വത്തിലാണ് എന്ന അവരുടെ അടുക്കലുള്ള ഖായിദ അതിനോട് എതിരായപ്പോൾ ബയ്യനഹു, ഈ ഹുക്കുമിനെ മുസന്നിഫ് വ്യക്തമാക്കി വിശദീകരിക്കുന്നു. ഏതാ ഹുക്കുമ്? സാലിബത്തുൽ മുഹമ്മലത്ത് സാലിബത്തുൽ കുല്ലിയത്തിന്റെ കുവ്വത്തിലാണ് എന്ന ഹുക്കുമിനെ വിശദീകരിക്കുന്നു. ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗലുകൊണ്ട്, ലി ഉറൂദി മൗലൂഇഹ, ഇവിടെ പറഞ്ഞ സാലിബ മുഹമ്മലത്തിന്റെ മൗലൂ വന്നതിന് വേണ്ടി, ഐ മൗലൂഇൽ മുഹമ്മലത്തി, മുഹമ്മലത്തിന്റെ മൗലൂ വന്നതിന് വേണ്ടി, ഫി സിയാക്കിൻ നഫീ, നഫീയുടെ സിയാക്കിൽ വന്നതിന് വേണ്ടി, ഹാല കൗലിഹി, ആ മൗലൂ തന്നെ ആയ നിലയിൽ, നിക്റത്തൻ നിക്റയായ നിലയിൽ, ഗൈറ മുസദ്ദറത്തിൻ ബിലഫ്ളി കുല്ലിൻ, കുല്ലെന്ന ലഫ്ള് കൊണ്ട് തുടങ്ങപ്പെടാത്ത നിക്റയായ നിലയിൽ വന്നതിന് വേണ്ടി, ഫഇന്നഹു, ആ അങ്ങനെ വരല് മൗലൂ എന്ത് നഫിയുടെ പിന്നിൽ വരലും നെക്കിറയായ നിലയിൽ വരലും, കുല്ലുകൊണ്ട് തുടങ്ങപ്പെടാത്ത നെക്കിറയായ നിലയിൽ ഒരു നഫിയുടെ സിയാക്കിൽ വരൽ, ഫഇന്നഹു, ആ ഉറൂദ് യുഫീദു നഫിയൽ ഹുക്മി, ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കും. അൻ കുല്ലി ഫർദിൻ, കുല്ലു ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കും. അത് തന്നെയാണ് ഏത് സാലിബത്തുൽ കുല്ലിയത്ത്. മനസ്സിലായില്ലേ? അങ്ങനെ വഇദാ കാന ലം യക്കും ഇൻസാനുൻ, അപ്പോൾ ലം യക്കും ഇൻസാനും എന്നതായാൽ, അതിപ്പോ എന്തായി? സാലിബ കുല്ലിയത്തിന്റെ മഅനയിലായി, ഖുവ്വത്തിലായി. ബിദൂരി കുല്ലിൻ, കുല്ല് കൂടാതെയുള്ള ലം യക്കും ഇൻസാനുൻ എന്ന ആ ഖളിയ ആയാൽ, ആ തർക്കീബ് ആയാൽ, മഅനാഹു, അതിന്റെ മഅനയായാൽ, നഫിയൽ ഖിയാമി അൻ കുല്ലി ഫർദിൻ, മൗലൂഇന്റെ കുല്ലു ഫർദിനെ തൊട്ട്, അതായത് ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലായാൽ, അതെങ്ങനെ ആയി? അത് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ലം യക്കും അല്ലെ, ലം യക്കും ഇൻസാനുൻ, ഒരു ഇൻസാനും നിന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നഫിന്റെ പിന്നിൽ മുസ്നദ് ഇലൈഹി വന്നു, നിക്റിയായിട്ട് വന്നു, കുല്ലില്ലാതെ വന്നു. അപ്പൊ അതിന്റെ മാന എന്തായി? കുല്ല് ഫർദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലായി. ഫലൗ കാന, ആ ലം യക്കും ഇൻസാനുൻ എന്നത് ആവുകയാണെങ്കിൽ, അതാണ് പറഞ്ഞത്
വൈദാക്കാല ലമ്യക്കും ഇൻസാനുൻ ലമ്യക്കും ഇൻസാനുൻ ആയാൽ ബിദൂനി കുല്ലിൻ കൊല്ലുകൂടാതെയുള്ള ലമ്യക്കും ഇൻസാനുൻ ആയാൽ മഅനാഹു അതിന്റെ മഅനയായാൽ നഫിയൽ ഖിയാമി അൻ കുല്ലി ഫർദിൻ കുല്ലു ഫർദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലാണെങ്കിൽ ഫലൗകാന ആ ലമ്യക്കും ഇൻസാനുൻ ആവുകയാണെങ്കിൽ ബഅദ ദുഖൂലി കുല്ലിൻ കുല്ല് കടന്നതിന്റെ ശേഷവും ഐദൻ വീണ്ടും, അതായത് കുല്ല് കടക്കുന്നതിന്റെ മുമ്പുള്ളതുപോലെ കുല്ല് കടന്നതിന്റെ ശേഷവും ആവുകയാണെങ്കിൽ കദാലിക്ക അപ്രകാരം ആവുകയാണെങ്കിൽ ഏത് കുല്ല് ഫർദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലിനെ ഫായിദപ്പിക്കുകയാണെങ്കിൽ ലമ്യക്കും ഇൻസാനിന്റെ മഅന സാലിബ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലായ ആണല്ലോ. അപ്പോൾ ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെയാണ് അത് ഫായിദ വെപ്പിക്കുക. ലമ്യക്കും ഇൻസാനും ഒരൊറ്റ ഇൻസാനും നിന്നിട്ടില്ല. അപ്പൊ കുല്ല് കടന്നതിന്റെ ശേഷവും അതേ മാന തന്നെ വെച്ചാൽ അതാണ് പറയുന്നത്. കുല്ല് കടന്നതിന്റെ ശേഷവും എന്തായി ഒറ്റക്കുട്ടിയും നിന്നിട്ടില്ല എന്ന് വെക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. കദാലിക്ക അതാണ് പറഞ്ഞത്. ഫലൂക്കാന ആ ലമ്യക്കും ഇൻസാനുൻ ആവുകയാണെങ്കിൽ ബഅദ ദുഖൂലി കുല്ലിൻ കുല്ല് കടന്നതിന്റെ ശേഷവും ആവുകയാണെങ്കിൽ ഐദൻ വീണ്ടും എന്ന് പറഞ്ഞാൽ കുല്ല് കടക്കുന്നതിന് മുമ്പായതുപോലെ കുല്ല് കടന്നതിന്റെ ശേഷവും കദാലിക്ക ആ കുല്ല് ഫർദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലിനെ ഫായിദപ്പിക്കുകയാണെങ്കിൽ ഫലൂക്കാന ആ ലമ്യക്കും ഇൻസാൻ ആവുകയാണെങ്കിൽ ബഅദ ദുഖൂലി കുല്ലിൻ കുല്ല് കടന്നതിന്റെ ശേഷം ഐദൻ വീണ്ടും കുല്ല് കടക്കുന്നതിന്റെ മുമ്പുള്ളതുപോലെ കുല്ല് കടന്നതിന്റെ ശേഷവും കദാലിക്ക ആ കുല്ല് ഫർദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലായാൽ എന്നാണ് വൈദാക്കാന ലമ്യക്കുൻ മഅനാഹു നഫിയൽ ഖിയാമി അൻ കുല്ലി ഫർദിൻ ഫലൗകാന ബഅദ ദുഖൂലി കുല്ലി കുല്ല് കടന്നതിന് ശേഷവും ഐദൻ വീണ്ടും കുല്ല് കടക്കുന്നതിന് മുമ്പുള്ളതുപോലെ കദാലിക്ക അപ്രകാരമായാൽ എപ്രകാരമായാൽ കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദപ്പിക്കുന്നതായാൽ കാന കുല്ലുൻ കുല്ലാകും ലിതഅക്കീദിൽ മഅനൽ അവ്വലി ഒന്നാമത്തെ മഅനാനെ തഅക്കീദ് ചെയ്യലിനാവും. ഒന്നാമത്തെ മഅന എന്താ? ഒന്നാമത്തെ മഅന കുല്ല് ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലാണ് കുല്ല് കടക്കുന്നതിനേക്കാൾ മുമ്പ്, അതായത് ലം യക്കും ഇൻസാനുൻ എന്നതിന്റെ മഅന. എന്നിട്ട് കുല്ല് കടന്നത് ലം യക്കും കുല്ലു ഇൻസാനിൻ എന്നതിന്റെ മഅനയും അത് തന്നെയായി. ഏത് തന്നെയായി? ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കലാവുകയാണെങ്കിൽ ഇവിടെ എന്താകും? കുല്ലാകും. ഒന്നാമത്തെ മഅനാനെ തഅക്കീദ് ചെയ്യലിനാകും. അതുകൊണ്ട് ഫയജിബു അൻ യുഹ്മല കുല്ല് കടന്നതിന്റെ ശേഷം അതിനെ ഹംല് ചെയ്യപ്പെടൽ നിർബന്ധമായി അലാ നഫിയിൽ ഖിയാമി അൻ ജുംലത്തിൽ അഫ്റാദി ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലിന്റെ മേൽ ഹംല് ചെയ്യൽ നിർബന്ധമായി. ആ മാന പറ്റുകയില്ലെങ്കിൽ ഈ മാന ഇവിടെ ശരിയാവുകയുള്ളൂ. ഇത് ശരിയല്ലെങ്കിൽ അത് ശരിയാവണം. അത് ശരിയല്ലാതെ സ്ഥാപിച്ചു. അത് ശരിയല്ലാത്തത് എന്തുകൊണ്ടാണ്? കുല്ല് കടന്നതിന് ശേഷം ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കുകയാണെങ്കിൽ കുല്ലെന്താകും? ഒന്നാം മഅനയെ തഅക്കീദ് ചെയ്യലിനിക്കാകും എന്ന് പറഞ്ഞു. അപ്പോ തഅസീസിനേക്കാൾ തഅക്കീദിനെ റാജിഹാക്കൽ വരും. അത് പാടില്ല. അതുകൊണ്ട് ഫയജിബു അൻ യുഹ്മല കുല്ല് കടന്നതിന്റെ ശേഷം ആ തർക്കീബിനെ ഹംല് ചെയ്യപ്പെടൽ നിർബന്ധമാണ് അലാ നഫിയിൽ ഖിയാമി ഖിയാമിനെ നഫി ചെയ്യലിന്റെ മേൽ അൻ ജുംലത്തിൽ അഫ്റാദി മൗദൂഇന്റെ മൊത്തം ഫർദുകളെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലിന്റെ മേൽ ഹംല് ചെയ്യപ്പെടൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? കാരണം വദാലിക ലിതകൂന കുല്ലുൻ കുല്ല് ആവാ ലിയകൂന കുല്ലുൻ ലിതകൂന കുല്ലുൻ രണ്ടും പറ്റും. ലിയകൂന കുല്ലുൻ കുല്ലാവാൻ വേണ്ടി ലിതഅസീസി മഅനൻ ആഖറ മറ്റൊരു മഅനയെ ഉൽപാദിപ്പിക്കുന്നതാവാൻ വേണ്ടി, അതായത് ആദ്യത്തെ മഅനാനെ തഅക്കീദ് ചെയ്യലല്ല, ഒരു പുതിയ മഅനയെ ഉണ്ടാക്കുന്നതാകാൻ വേണ്ടി. വദാലിക അത് ഏത് വദാലിക എന്ന് പറഞ്ഞാൽ അത് ഏത്?
ഈ കുല്ല് കടന്നതിന് ശേഷം ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലിന് മേൽ ഹംല് ചെയ്യൽ വാജിബാണെന്ന് പറഞ്ഞത്. ഫയജിബാൻ യുഹ്മല കുല്ല് കടന്നതിന് ശേഷം ഈ തർക്കീബിനെ, അതായത് ലം യകുൻ കുല്ലു ഇൻസാനിൻ, ആ കുല്ല് കടന്നാൽ അങ്ങനെയുള്ള പറയാം. ആ ലം യകുൻ കുല്ലു ഇൻസാനിൻ എന്ന് കുല്ല് കടക്കുമ്പോൾ ഹംല് ചെയ്യണം. ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഖിയാമിനെ നഫി ചെയ്യലിന് മേൽ ഹംല് ചെയ്യണം. വദാലിക, അങ്ങനെ ഹംല് ചെയ്യൽ വാജിബാവല് ലിഅന്ന ലഫ്ദത്ത കുല്ലിൻ, കുല്ല് എന്ന ലഫ്ദ് ഫീ ഹാദൽ മഖാമി, ഈ മഖാമില്, അതായത് ഈ മഖാമിൽ എന്ന് പറഞ്ഞാൽ മുസ്നദ് ഐ മഖാമി ദുഖൂലിഹ അലൽ മുസ്നദ് ഇലൈഹി അൽ മുനക്കരി, നക്കിറയാക്കപ്പെട്ട മുസ്നദ് ഇലൈഹിയിൽ കുല്ല് കടന്ന മഖാമില്. മുസ്നദാണെങ്കിലോ നഫിന്റെ അർഫിനോട് അന്വരിച്ചതുമാണ്. നഫിന്റെ അർഫിനോട് അന്വരിച്ചതായ മുസ്നദും നക്കിറയാക്കപ്പെട്ട മുസ്നദ് ഇലൈഹിൽ കുല്ല് കടന്നതും, അതായത് മുനക്കറായ മുസ്നദ് ഇലൈഹിയിൽ കുല്ല് കടന്ന സ്ഥലത്ത്, മുനക്കറായ മുസ്നദ് ഇലൈഹിയിൽ കുല്ല് കടന്ന സ്ഥലത്ത് കുല്ലു ഇൻസാനി മുസ്നദ് നഫിന്റെ അർഫിനോട് അന്വരിച്ചതുമാണ്. അതായത് കുല്ലു ഇൻസാനിൽ ലം യക്കും, അല്ലെങ്കിൽ ലം യക്കും കുല്ലു ഇൻസാനിൽ, ഈ രണ്ട് സ്ഥലത്ത് മുസ്നദ് ഇലൈഹിൽ കുല്ല് കടന്നു, മുസ്നദ് നഫിന്റെ അർഫിനോട് അന്വരിച്ചതാണ്. ഇവിടെ മുസ്നദ് ഇലൈഹി മുന്തട്ടെ അല്ലെങ്കിൽ പിന്തട്ടെ, രണ്ടാൾ ഒരു മാന വെക്കണം. ഒന്നിരിക്കൽ ജുംലത്തുൽ അഫ്റാദ്, അല്ലെങ്കിൽ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മനെ നഫി, അല്ലെങ്കിൽ ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്മനെ നഫി ചെയ്യുക. ഈ മക്കാമ് എന്ന് പറഞ്ഞതാ. ഇങ്ങനത്തെ മക്കാമിൽ കുല്ലെന്ന ലഫ്ദ്, വദാലിക ഫീ ഹാദൽ മക്കാമി, ഈ മക്കാമിൽ കുല്ലെന്ന ലഫ്ദ് ലാ യുഫീദു, ഫായിദ വെപ്പിക്കുകയില്ല, ഇല്ല അഹദ ഹാദൈനിൽ മഅനയൈനി, ഈ രണ്ട് മഅനയിൽ നിന്ന് ഒന്നിനെയല്ലാതെ. ഈ രണ്ട് മഅന എന്ന് പറഞ്ഞാൽ ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുക, അല്ലെങ്കിൽ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുക. ഈ രണ്ടാലൊരു മഅനയെ ഈ മക്കാമിൽ കുല്ലെന്ന ലഫ്ദ് എന്താവുള്ളൂ, ഫായിദപ്പിക്കുകയുള്ളൂ. ഈ മക്കാം എന്ന് പറഞ്ഞാൽ നക്കിറയാക്കപ്പെട്ട മുസ്നദ് ഇലൈഹിൽ കുല്ല് കടക്കുക, പിന്നെ മുസ്നദ് നഫിന്റെ അർഫിനോട് അന്വരിക്കുക. അത് മുസ്നദ് ഇലൈഹി മുന്തട്ടെ പിന്തട്ടെ, ഈ രണ്ടാലൊരു മാന വെക്കണം. ഫഇൻദന്തിഫായി അഹദിഹിമ, രണ്ടാലൊന്ന് ഇല്ലാതെയാകുന്ന സമയത്ത് യസ്ബുത്തുല്ലാഹുറു, മറ്റത് സാബിത്താകും, ലറൂറത്തൻ, ലറൂറത്തായിട്ട് സാബിത്താകും. മനസ്സിലായില്ലേ? അപ്പൊ ഇൻസാനുൽ ലം യക്കും മുന്തിയ സൂറത്തിൽ ജുംലത്തുൽ അഫ്റാദാവുമ്പോൾ കുല്ലു ഇൻസാനിൽ ലം യക്കും എന്നതിൽ ജമീഉൽ അഫ്റാദിനെ തൊട്ടാവും. ലം യക്കും ഇൻസാനിൽ കുല്ലു ഫർദിനെ തൊട്ട് നഫിയാകുമ്പോൾ ലം യക്കും കുല്ലു ഇൻസാനിൽ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ടാവും. അതാണ് പറഞ്ഞത്. പിന്നെ ഫൽ ഹാസിലു, അപ്പോൾ ഹാസില് അന്ന തഖ്ദീമ, മുന്തിക്കൽ ബിദൂനി കുല്ലിൻ, കുല്ല് കൂടാതെ, അതായത് ഇൻസാനുൽ ലം യക്കും ലി സൽബിൽ ഉമൂമി വ നഫി ശുമൂലി, സൽബുൽ ഉമൂമിലേക്കാണ്, ഉമൂമിനെ സൽബ് ചെയ്യുക, അതായത് സൽബുൽ ജുസ്ഇ, നഫി ശുമൂല്, ഷുമൂലിനെ നഫി ചെയ്യുക. ഉമൂമ് ഇല്ല, എല്ലാവരും നിന്നിട്ടില്ല എന്നതില്ല എന്നാണ്. അപ്പോൾ ജുസ്ഇയായ സൽബ് നഫി ശുമൂലിനുമാണ്. ഇത് കുല്ലു കൂടാതെയാവും, കുല്ലു കൂടാതെ മുന്തിക്കൽ. അപ്പൊ കുല്ല് കടന്നാൽ എന്താവും, ഉമൂമു സൽബിനുക്കും ഷുമൂലിൻ നഫിക്ക് തിരിച്ചാകും. അന്ന തഖ്ദീമ ബിദൂനി കുല്ലിൻ ലിസൽബിൽ ഉമൂമി വനഫി ശുമൂലി വത്തഇഖീറ, അല്ലെങ്കിൽ വത്തഇഖീറു, രണ്ടും പറ്റുമല്ലോ. പിന്തിക്കല് വത്തഇഖീറു എന്ന് വായിക്കല് വജായിസുൻ റഫഉ കമഅതൂഫൻ അല മൻസൂബി ഇന്നാ ബഅദ അൻ തസ്തക്മില. വത്തഇഖീറ പിന്തിക്കല് ലി ഉമൂമി സൽബി, കുല്ലു കൂടാതെ,
ഉമൂമു സൽബി സൽബിന്റെ ഉമൂമിനുക്കും വശുമൂലിൻ നഫി നഫിയുടെ ശുമൂലിനുക്കുമാണ്. സൽബിനെ ആമാക്കുക, അതായത് ജമീഉൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യുക. ശുമൂലിൻ നഫി നഫിയെ ആമാക്കുക. ഉമൂമു സൽബും ശുമൂലുൻ നഫിയും ഒന്ന് തന്നെ, സൽബുൽ ഉമൂമും നഫിയു ശുമൂലും ഒന്ന് തന്നെ. അപ്പൊ എന്താ ഇവ പറഞ്ഞത്? തഖ്ദീമ് കുല്ലില്ലാതെ സൽബുൽ ഉമൂമിനും നഫിയു ശുമൂലിനുമാണ്. ഇൻസാനുൽ ലം യക്കും, അവിടെ കുല്ലു ഇൻസാനിൽ ലം യക്കും എന്ന് പറയുമ്പോൾ എന്തായി? ഉമൂമു സൽബിനും ശുമൂലിൻ നഫിക്കുമായി. വത്തഖീറ തഖീറിലി ഉമൂമി സൽബി ഉമൂമു സൽബിനിക്കാണ്, അതായത് സൽബുൽ കുല്ലിയായ സൽബ് ആരും ഇല്ല, ശുമൂലിൻ നഫിനുമാണ്. അപ്പോൾ കുല്ല് കടന്നാൽ എന്താകും? സൽബുൽ ഉമൂമും നഫിയു ശുമൂലും മറിച്ചാകും. ഫബഅദ ദുഖൂലി കുല്ലിൻ കുല്ല് കടന്നതിന് ശേഷം യജിബു അൻ യുഅക്കസ ഹാദാ ഈ കാര്യത്തിന് അക്സാക്കപ്പെടൽ നിർബന്ധമാണ്. അക്സാക്കപ്പെടൽ നിർബന്ധമാണ്. അതെ അതെ. അപ്പൊ എന്തായി? നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, തഖ്ദീമു കുല്ല് കൂടാതെ സൽബുൽ ഉമൂമും നഫിയു ശുമൂലും. അപ്പൊ കുല്ലു എടുക്കുമ്പോൾ എന്തായി? ഉമൂമു സൽബും ശുമൂലും നഫിയുമായി. തഖീർ കുല്ലാതെ ഉമൂമു സൽബും ശുമൂലും നഫീനും. അപ്പൊ കുല്ലു കടന്നാലോ? സൽബുൽ ഉമൂമിനും നഫിയു ശുമൂലിനുമായി. തഖീർ ലം യക്കും ഇൻസാനുൻ, അത് ഉമൂമു സൽബ. ലം യക്കും കുല്ലു ഇൻസാനിൻ സൽബുൽ ഉമൂമിനായി. ഫബഅദ ദുഖൂലി കുല്ലിൻ കുല്ല് കടന്നതിന്റെ ശേഷം യജിബു അൻ യുഅക്കസ ഹാദാ ഈ നിയമത്തെ അക്സാക്കപ്പെടൽ നിർബന്ധമാണ്. ലിയകൂന കുല്ലുൻ കുല്ലാവാൻ വേണ്ടി, തഅ്സീസിനാവാൻ വേണ്ടി. എങ്ങനത്തെ തഅ്സീസ്? അർറാജിഹി റാജിഹായ തഅ്സീസിന് ആവാൻ വേണ്ടി. ലാ ലിത്തഅക്കീദിൽ മർജൂഹി മർജൂഹായ തഅക്കീദിന് അല്ല, റാജിഹായ തഅ്സീസിന് ആവാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇൻസാനുൽ ലം യക്കും അത് മഹ്മൂല് മഅദൂലത്തായ മൂജബത്തുൽ മുഹ്മലത്തായ ഖളിയയാണ്. അത് സാലിബ ജുസ്ഇന്റെ ഖുവ്വത്തിലുമാണ്. ഇത് ഇബ്നു മാലിക് തങ്ങളുടെ അഭിപ്രായമാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നിയമം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഇൻസാനുൽ ലം യക്കും മഹ്മൂല് മഅദൂലത്തായ മൂജബ മുഹ്മലയാണ്, സാലിബ ജുസ്ഇന്റെ ഖുവ്വത്തിലാണ്. സാലിബ ജുസ്ഇ ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മ് ചെയ്യലിനെ ലാസിമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻസാനുൽ ലം യക്കും എന്നതിന്റെ മഅന ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കും. അപ്പൊ എന്തായി? ജുംലത്തുൽ അഫ്റാദിനെ ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കുമ്പോൾ അതെന്തായി? സൽബുൽ ഉമൂമിനും നഫിയു ശുമൂലിനുമായി. അവിടെ കുല്ല് കടന്നാൽ അതേ മാന തന്നെ വെച്ചാൽ കുല്ല് തഅക്കീദിനുക്കാവും എന്നാണ്. അത് പറ്റൂല. തഅ്സീസിനുക്കാവാൻ വേണ്ടി ഉമൂമു സൽബിനും ശുമൂലിൻ നഫീക്കുമാവണം. അതായത് സൽബുൽ കുല്ലിയാവണം, കുല്ല് ഫർദാവണം എന്നാണ് ആദ്യം സ്ഥാപിച്ചത്. രണ്ടാമത്തത് ലം യക്കും ഇൻസാനുൻ എന്നുള്ളത് അത് നഫിന്റെ സിയാക്കിൽ കൊല്ലുകൊണ്ട് തുടങ്ങപ്പെടാതെ നെക്കിറയായ മുസ്നദ് ഇലൈഹി നഫിന്റെ സിയാക്കിൽ വന്നതുകൊണ്ട് ലം യക്കും ഇൻസാനുൻ എന്ന് തഖീറിന്റെ സൂറത്തിൽ അത് സാലിബത്തുൽ കുല്ലിയത്തിന്റെ ഖുവ്വത്തിലാണ്. സാലിബ കുല്ലിയത്ത് കുല്ല് ഫർദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കും. അവൻ ലം യക്കും ഇൻസാനും ഒരൊറ്റ കുട്ടിയും നിന്നിട്ടില്ല എന്നാണ്. കുല്ല് കടന്നിട്ട് അതേ മാന തന്നെ വെച്ചാൽ കുല്ലെന്തിനായി പോകും? തഅ്സീസിന് ആകും. അതുകൊണ്ട് ജുംലത്തുൽ അഫ്റാദിനെ തൊട്ട് ഹുക്മിനെ നഫി ചെയ്യലിനെ ഫായിദ വെപ്പിക്കണം.
കാരണം ലമ്മക്കും ഇൻസാന്റെ മാന എന്താണ്? ഒരൊറ്റ കുട്ടിയും നിന്നിട്ടില്ല എന്നാണ്. പിന്നെ കൊല്ല് കടന്നിട്ട് അതേ മാന തന്നെ വെക്കാൻ പറ്റില്ല.